വയനാട് പുനരധിവാസത്തിലെ വിമർശനത്തിലെ കെ ശശീന്ദ്രൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒളിച്ചുകളിയോ ഉദാസീനതയോ കാണിക്കേണ്ട പ്രശ്നമുണ്ടാകുന്നില്ല. അവിടെ സന്ദർശിച്ച ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഉൾപ്പെടെ ആ ദുരന്തം അതീവ ഗുരുതരമാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളം അന്ന് ആവശ്യപ്പെട്ടത് ഈ ദുരന്തത്തെ സവിശേഷതകളുള്ള ഒരു ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നാണ്. അങ്ങനെ പറയാൻ കാരണം സാധാരണ ദുരന്തമുണ്ടാകുമ്പോൾ സ്വീകരിക്കുന്ന നടപടിക്രമങ്ങൾക്ക് അതിൽ പെട്ടുപോകരുത്. ആ നടപടികളുടെയും നിയമത്തിൻ്റെയും അടിസ്ഥാനത്തിലല്ല ഈ പ്രശ്നത്തെ കാണേണ്ടത്. കേരളം കണ്ടിട്ടില്ലാത്ത തികച്ചും ഭയാനകമായ ദാരുണമായ ദുരന്തമുണ്ടായപ്പോൾ അത് പ്രത്യേക ദുരന്തമായി കാണണം നമ്മൾ ആവശ്യപ്പെട്ടത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ ഞാൻ ആവർത്തിക്കുന്നു. മറ്റ് ദുരന്തങ്ങളുടെ കൈകാര്യം ചെയ്യുന്ന നിയമവും നടപടികളും അനുസരിച്ചല്ല, ഇതിന് പ്രത്യേക നിലപാടുകൾ വേണമെന്നാണ്. പ്രത്യേക നയപരമായ നിലപാടുകൾ വേണം. അതുകൊണ്ടാണ് പ്രത്യേക സഹായം വേണം നമ്മൾ ആവശ്യപ്പെട്ടത്. എന്തുകൊണ്ടാണത്? അത് ഒരു പുതിയ ടൗൺഷിപ്പാക്കി മാറ്റുന്നതിനാവശ്യമായ പദ്ധതിയാണ് ഗവൺമെൻറ് ആലോചിച്ചത്. ആ ആലോചനയോട് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആർക്കും തന്നെ വിയോജിപ്പില്ല. അങ്ങനെ വേണമെങ്കിൽ സാധാരണ മാനദണ്ഡം അനുസരിച്ച്, ഉദാഹരണത്തിന് വന്യജീവികൾ ആക്രമിച്ച് കൃഷിനാശം ഉണ്ടായാൽ ആ കൃഷിനാശത്തിന് കോമ്പൻസേഷൻ കൊടുക്കുന്നത് കൃഷി വകുപ്പ് തയ്യാറാക്കുന്ന മാനദണ്ഡങ്ങൾക്കനുസരിച്ചാണ്. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആ മാനദണ്ഡങ്ങളും നമ്മുടെ ആവശ്യവും തമ്മിൽ, യഥാർത്ഥ നഷ്ടവും തമ്മിൽ ഒരു പൊരുത്തമില്ല. അതുകൊണ്ട് കർഷകർ ദുരിതമനുഭവിക്കുന്നു. അതുപോലൊരു ദുരിതം ഇവർക്കുണ്ടാകാൻ പാടില്ല. അപ്പോൾ കേരളം ആവശ്യപ്പെട്ടത് പ്രത്യേക പരിഗണനയാണ്, അടിയന്തര സഹായം നൽകുന്നതിനാണ്. അപ്പം നമ്മുടെ നാട്ടിലൊരു പ്രശ്നമുണ്ടായി, കണക്കൊക്കെ പിന്നെ നോക്കാം, നിങ്ങളിപ്പോൾ തൽക്കാലം ആശ്വാസത്തിന് ഇത്രയും കാര്യങ്ങൾ ചെയ്യും, ബാക്കി നമ്മൾ വിശദമായി പരിശോധിച്ച് ചെയ്യാം. അങ്ങനൊരു നിലപാട് കേരളത്തോട് സ്വീകരിക്കുന്നില്ലല്ലോ. മറ്റ് സംസ്ഥാനങ്ങളോട് അങ്ങനെ സ്വീകരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ആഴവും പരപ്പും സാമ്പത്തിക ബാധ്യതയും അതിൻ്റെ കണക്കും വിശദമായ ഓഡിറ്റും ഒക്കെ വരുന്നതുവരെ കാത്തിരിക്കാൻ പറ്റില്ല. അടിയന്തരമായി നിങ്ങളിപ്പോൾ ഒരു 100 കോടി നിങ്ങൾക്ക് തൽക്കാലം ഒരു 100 കോടി തരുന്നു, ബാക്കി നമുക്ക് ചർച്ച ചെയ്ത് ആ ചർച്ചയിലൂടെ കണ്ടെത്താം, പരിഹാരം കാണാം. കൃത്യം കണക്ക് കൊടുത്തിട്ടുണ്ടോ? അല്ല, കൃത്യം കണക്ക് വേണ്ടല്ലോ. ഞാൻ കൊടുത്തോ ഇല്ല എന്നുള്ള വിവാദത്തിലേക്ക്. കൃത്യം കണക്കല്ലല്ലോ നമ്മൾ ആവശ്യം. നമ്മളെന്താണ് ആവശ്യപ്പെടുന്നത്? അടിയന്തര സഹായമാണ്. ഇവിടെ ഇപ്പോൾ തീ പിടിച്ചു, അടിയന്തര സഹായത്തിന് കണക്ക് നോക്കിയാണ് സഹായം കൊടുക്കുന്നത്. കണക്കൊക്കെ പിന്നെ കൊടുക്കുകയല്ലേ ചെയ്യുക. പക്ഷേ നമ്മൾ ആവശ്യപ്പെടുന്ന തുക ഏതാണ്ട് നമുക്ക് ഊഹിക്കുന്നതിനപ്പുറത്ത് ആവശ്യപ്പെട്ടാൽ ചിലപ്പോൾ വേണ്ടി വരും. നമ്മൾ 10,000-2,000 കോടി രൂപയുടെ നാശനഷ്ടമുണ്ടായ ഒരു സ്ഥലത്ത് അടിയന്തര സഹായമായി തരണം, പ്രത്യേകമായി തരണം, പ്രത്യേക പരിഗണന വേണം. അതിന് മറ്റ് മാനദണ്ഡങ്ങൾ ബാധകമാക്കരുത്. ഇതൊക്കെ പറയുമ്പോഴേ കോടതി പറയുന്നത്, അതായത് സർക്കാരിൻ്റെ കയ്യിൽ കൃത്യമായിട്ട് ഈ വിഷയത്തിൽ ഒരു ഓഡിറ്റിംഗ് നടന്നിട്ടില്ല. അല്ലാതെ വ്യത്യാസമാണ്. കോടതി പറഞ്ഞത് SDR ആ പദ്ധതിയിലുള്ള പണത്തിൻ്റെ ചെലവഴിച്ച കണക്കാണ്. ഇതിന് പണം തന്നില്ല, പിന്നെ ഇങ്ങനെ കണക്ക് കൊടുക്കുക. അല്ല, നമ്മളതുകൊണ്ട് കോടതി പറഞ്ഞിരിക്കുന്നത് ഈ ഒരു പണമുണ്ടല്ലോ, എന്താണ് SD, അതെ, ആ പദ്ധതിയിലുള്ള കണക്ക് കൊടുത്തില്ല. ആ പദ്ധതി പ്രകാരമല്ല ഇതിന് കണക്ക് ചെലവാക്കുന്നത്. ആ കണക്ക് കൊടുക്കേണ്ടതാണ്, അത് വേറെയാണ്. ആ കണക്ക് പ്രകാരം ഇതുവരെ എത്ര കാശ് കിട്ടി, എന്തൊക്കെ ചെലവഴിക്കൂ, ഏതൊക്കെ ഇനത്തിനാണ് ചെലവഴിച്ചത്, ബാക്കി എത്രയുണ്ട്, എന്തുകൊണ്ട് നിങ്ങൾ. അപ്പോൾ എന്താണ് നമ്മൾ ഗവൺമെൻറ് എന്ന് പറഞ്ഞത്? ഗവൺമെൻറ്റിൽ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇപ്പോഴത്തെ മാനദണ്ഡം അനുസരിച്ച് ആ തുകയിൽ നിന്നും ഇതിനു വേണ്ടി ചെലവഴിക്കാൻ പരിമിതിയുണ്ട്. കാരണം ഒരു വീട് വെക്കാൻ 1.5 ലക്ഷമാണ്. 1 ലക്ഷത്തിൻ്റെ വീടല്ലല്ലോ നമ്മൾ ആലോചിക്കുന്നത്. സാമാന്യം നല്ല നിലയിൽ ജീവിച്ചു പോകുന്ന അവിടുത്തെ കർഷകർക്ക് ഒരു നില വീട്. കെ ശശീന്ദ്രൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ടായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ. വയനാട് ദുരന്തത്തെ പ്രത്യേക ദുരന്തമായി കണക്കാക്കണം, അടിയന്തര സഹായം വേണമെന്നാണ് മന്ത്രി പറഞ്ഞത്.